അമേരിക്കൻ ആകാശം നീലയും വെള്ളയും പുതച്ചു കഴിഞ്ഞു. ലുസൈലിന്റെ പുൽമൈതാനങ്ങളിൽ വിയർപ്പൊഴുക്കി നേടിയെടുത്ത ആ സുവർണ കിരീടം നെഞ്ചോട് ചേർത്തുവെച്ച് അവർ വീണ്ടും ഒരു പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ഇനി പരീക്ഷണങ്ങളില്ല, പരിശീലന മത്സരങ്ങളില്ല, തുറന്ന യുദ്ധം മാത്രം. സ്വന്തം സാമ്രാജ്യം കൈവിടാതിരിക്കാനുള്ള ആൽബി സെലസ്റ്റുകളുടെ ജീവൻ മരണ പോരാട്ടം. ഐസ്ലൻഡിനെതിരായ മത്സരത്തിലും വിജയം സ്വന്തമാക്കി വരുന്ന മെസ്സിയും സംഘവും എതിരാളികൾക്ക് കൃത്യമായൊരു സ്റ്റേറ്റ്മെന്റ് നൽകി കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള ദശകോടിക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ചിറക് നൽകാൻ ഞങ്ങൾ സർവ്വവും നൽകുമെന്ന സൂചന. അലബാമയിലെ ജോർദാൻ ഹെയർ സ്റ്റേഡിയത്തിൽ നടന്ന അവസാന ഫ്രണ്ട്ലി മാച്ചിൽ ഐസ്ലൻഡിനെതിരെ സീറോ റിസ്ക് തന്ത്രമാണ് സ്കലോണി ആവിഷ്കരിച്ചത്. കളിക്ക് മുൻപ് പെയ്ത കനത്ത മഴയും മോശം പിച്ച് സാഹചര്യവും കണക്കിലെടുത്ത് പ്രധാന താരങ്ങളുടെ പ്ലേയിങ് ടൈം കരുതലോടെ എക്സിക്യൂട്ട് ചെയ്തുള്ള സേഫ് ഗെയിം. പരിക്ക് മാറി പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്ത സൂപ്പർ താരം മെസ്സിയുടെ ഇൻട്രൊഡക്ഷൻ തന്നെയായിരുന്നു വിശ്വമേളയുടെ അവസാന സന്നാഹ മത്സരത്തിലെ ഹൈലൈറ്റ്. മാജിക്കൽ ടച്ചിലൂടെ ആരാധകരുടെ പ്രതീക്ഷ കാക്കുന്നതായിരുന്നു അയാൾ കളത്തിലുണ്ടായിരുന്ന ആ 20 മിനിറ്റുകൾ. 70-ാം മിനിറ്റിൽ ജൂലിയാനോ സിമിയോണിയുടെ പകരക്കാരനായി ഇറങ്ങിയ മെസ്സി 2 മിനിറ്റിനകം ഗോൾ അടിച്ച് വരവറിയിക്കുകയും ചെയ്തു. ഐസ്ലൻഡ് പ്രതിരോധ താരങ്ങളെ കൃത്യമായി കബളിപ്പിച്ച് ലൗട്ടാരോയെ ലക്ഷ്യമാക്കി ബോക്സിലേക്ക് നൽകിയ മെസ്സിയുടെ മനോഹരമായൊരു പിൻ പോയിന്റ് പാസ് അപകടം മണത്ത ഐസ്ലൻഡ് ഗോൾ കീപ്പർ ലൗട്ടാരോ മാർട്ടിനസിനെ തടയുന്നതിനിടെ ഫൗളിൽ കലാശിച്ചു. അർജന്റീനയ്ക്ക് അനുകൂലമായി പെനാൽറ്റി. കിക്കെടുത്ത മെസ്സിയുടെ ക്ലിനിക്കൽ ഫിനിഷ്. പ്രൊഫഷണൽ കരിയറിൽ 38-കാരന്റെ 911-ാമത് ഗോൾ. നിലക്കുപ്പായത്തിൽ നേടുന്ന 117-ാം ഗോൾ. യുവനിരയ്ക്ക് മുൻഗണന നൽകിയാണ് സ്കലോണി അവസാന സന്നാഹ മത്സരത്തിൽ ടീമിനെ വിന്യസിച്ചത്. പ്രധാന താരങ്ങളായ ഡീപോൾ, എൻസോ ഫെർണാണ്ടസ്, മക്കലിസ്റ്റർ, ലൗട്ടാരോ എന്നിവരെയെല്ലാം ബെഞ്ചിലിരുത്തി. എമിലിയാനോ മാർട്ടിനസിന് പകരം ജെറോനിമോ റുള്ളിയായിരുന്നു ഗോൾ വില കാത്തത്. നിക്കോളാസ് ഒട്ടാമെൻഡി, ലിസാൻഡ്രോ മാർട്ടിനസ്, ഫക്കുണ്ടോ മെഡീന, ജിയോവാനി ലോസിൽസോ, പലാസിയോസ്, വാലന്റൈൻ ബാർക്കോ, ജൂലിയാനോ സിമിയോണി, ജോസെ ലോപ്പസ്, നിക്കോ പാസ് എന്നിവരടങ്ങിയ തികച്ചും വ്യത്യസ്തമായൊരു ലൈനപ്പാണ് സ്കലോണി പരീക്ഷിച്ചത്. ടീം ഡെപ്ത് പരിശോധിക്കാനും ലോകകപ്പിന് മുൻപായി യുവതാരങ്ങൾക്ക് അന്താരാഷ്ട്ര പരിചയം ഉറപ്പാക്കാനും ഈ നീക്കത്തിലൂടെ കോച്ചിന് അവസരം ലഭിച്ചു. ഐസ്ലൻഡിന്റെ ഡിഫൻസീവ് ബ്ലോക്കിനെ മറികടക്കാൻ വിങ്ങുകളിലൂടെയുള്ള നീക്കത്തിനാണ് അർജന്റീന ശ്രമിച്ചത്. 7-ാം മിനിറ്റിൽ ആദ്യ ലീഡെടുക്കാനും ചാമ്പ്യന്മാർക്കായി. എതിർ പ്രതിരോധത്തിൽ നിന്ന് ലഭിച്ച പാസ് സ്വീകരിച്ച യുവതാരം വാലന്റൈൻ ബാർക്കോയുടെ മികച്ചൊരു ലോങ് റേഞ്ച്. ബൗൺസ് ചെയ്തെത്തിയ പന്ത് ഐസ്ലൻഡ് ഗോൾ കീപ്പറെ കബളിപ്പിച്ച് വലയിലേക്ക്. 2-ാം പകുതിയിൽ മാസ്റ്റർ ക്ലാസ് മാറ്റങ്ങളാണ് സ്കലോണി വരുത്തിയത്. ഡീപോൾ, എൻസോ ഫെർണാണ്ടസ്, മക്കലിസ്റ്റർ എന്നിവരെ മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവന്നു. ഇതോടെ അർജന്റീനയുടെ കളിക്ക് വേഗതയും കൃത്യതയും കൈവിടുന്നതാണ് നമ്മൾ കണ്ടത്. അവസാന 20 മിനിറ്റിൽ മെസ്സി കൂടി കളത്തിലെത്തിയതോടെ ടീമിന് ഇൻസ്റ്റന്റ് ഇമ്പാക്റ്റും ലഭ്യമായി. കളിയുടെ അവസാന മിനിറ്റുകളിൽ അർജന്റീന പൂർണ്ണമായും കളം നിറഞ്ഞു കളിച്ചു. പൊസഷൻ ഫുട്ബോളിൽ നിന്നും അതിവേഗ കൗണ്ടർ അറ്റാക്കിംഗിലേക്കുള്ള ടീമിന്റെ ട്രാൻസ്ഫോർമേഷൻ വ്യക്തമാക്കുന്നതായിരുന്നു 3-ാം ഗോൾ. 85-ാം മിനിറ്റിൽ മെസ്സിയും ലൗട്ടാരോ മാർട്ടിനസും തമ്മിലുള്ള മനോഹരമായ 1-to-1 പാസിംഗിൽ ഐസ്ലൻഡ് പ്രതിരോധം ചിഹ്ന ഭിന്നമായി. ബോക്സിനുള്ളിൽ ലഭിച്ച പന്ത് ടിയാഗോ അൽമാഡ കൃത്യമായി ഫിനിഷ് ചെയ്തതോടെ 3-ാം ഗോളുമായി ഐസ്ലൻഡ് പെട്ടിയിൽ അവസാന ആണിയും അടിച്ചു. ലയണൽ സ്കലോണിയുടെ തന്ത്രശാലിയായ കോച്ചിന്റെ മികവ് വ്യക്തമാക്കുന്ന മറ്റൊരു മത്സരം കൂടിയായിരുന്നു ഐസ്ലൻഡിനെതിരെ കണ്ടത്. പ്രധാന മിഡ്ഫീൽഡർമാരായ ഡീപോൾ, മക്കലിസ്റ്റർ എന്നിവരില്ലാതെ ഇറങ്ങിയ ആദ്യ പകുതിയിൽ പന്തിന്റെ നിയന്ത്രണം നിലനിർത്താൻ ഇൻവെർട്ടഡ് ഫുൾബാക്ക് ശൈലി കളിയാണ് പരിശീലകൻ നടപ്പിലാക്കിയത്. യുവ ഡിഫൻഡർമാരായ അഗസ്റ്റിൻ ഗിയായും ഫക്കുണ്ടോ മെഡിനയും വിങ്ങുകളിലൂടെ മാത്രം മുന്നേറാതെ അർജന്റീന പന്ത് ഹോൾഡ് ചെയ്യുമ്പോൾ മധ്യനിരയിലേക്ക് കയറി വന്ന് കളിക്കുന്നതാണ് കണ്ടത്. ആദ്യ പകുതിയിൽ തന്നെ ഈ തന്ത്രം വിജയമാവുകയും ചെയ്തു. ഐസ്ലൻഡിനെതിരായ സൗഹൃദ മത്സരം വെറുമൊരു പരിശീലനം മാത്രമായിരുന്നില്ല. ലോകകപ്പിൽ നേരിടാൻ സാധ്യതയുള്ള ലോ ബ്ലോക്ക് ടീമുകളെ എങ്ങനെ മറികടക്കാമെന്നതിന്റെ ബ്ലൂ പ്രിന്റ് കൂടിയായിരുന്നു കളത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കിയത്. ഗ്രൂപ്പ് ജെയിൽ അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ എന്നിവർക്കെതിരെ ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾക്കൊരുങ്ങുന്ന അർജന്റീനയ്ക്ക് കോൺഫിഡൻസ് നൽകുന്നതായി ഈ തകർപ്പൻ വിജയം. യുവനിരയുടെ പ്രസിംഗും സീനിയർ താരങ്ങളുടെ ബോൾ കൺട്രോളും ഒത്തുചേർന്ന കൃത്യമായൊരു എക്സിക്യൂഷൻ. വരാനിരിക്കുന്ന ലോകകപ്പിൽ അർജന്റീനയെ തോൽപ്പിക്കുക എന്നത് ഏതൊരു ടീമിനും അത്ര എളുപ്പമല്ല. കൃത്യമായ പ്ലാനുകളും പിഴയ്ക്കാത്ത ചുവടുവയ്പ്പുകളും വേണ്ടിവരും. മെസ്സിയും പടയാളികളും ഇതാ തയ്യാറായി കഴിഞ്ഞു. 1962 ശേഷം ലോക കിരീടം നിലനിർത്തുന്ന മറ്റൊരു ടീം എന്ന നേട്ടം ലക്ഷ്യമിട്ട് റൊസാരിയോയിലെ തെരുവുകൾ മുതൽ ഇങ്ങകലെ നൈനാം വളപ്പ് വരെ ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ് നീലപ്പട വീണ്ടും ലോകം കീഴടക്കുന്ന ആ അനർഘ നിമിഷത്തിനായി. വാമോസ് അർജന്റീന.